നെതർലൻഡ്സിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വളർന്നു വന്ന് തകർന്ന അവസ്ഥയിൽ നിന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കോടീശ്വരനായി മാറിയ ഒരു 24-കാരനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പുതിയ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, കോസ്റ്റൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമുവൽ ഒനൂഹയെ കുറിച്ചാണ്. ഒരു സമ്പന്നനാകണം എന്ന ലക്ഷ്യം മനസ്സിലുണ്ടാകുന്നതിന് മുൻപ് അവന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്വാതന്ത്ര്യമായിരുന്നു. താൻ സ്വതന്ത്രനാകണമെങ്കിൽ പണം ആവശ്യമാണെന്ന് അവന് മനസ്സിലായിരുന്നു. അതിനാൽ തന്നെ എങ്ങനെയെങ്കിലും കോടീശ്വരനാകണം എന്നൊരു ലക്ഷ്യം മാത്രമേ സാമുവൽ ഒനൂഹയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സാമുവൽ ഒനൂഹ തന്റെ 18-ാം വയസ്സിലായിരുന്നു ബിസിനസ്സിലേക്ക് ചുവടുവെച്ച് തുടങ്ങിയത്. ആ സമയത്ത് ഓൺലൈൻ ബിസിനസ് ഒരു നൂതന ആശയമായിരുന്നു. ഓൺലൈൻ ബിസിനസ്സിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കുമോ എന്നുള്ളതും എല്ലാവരുടെയും മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നവുമായിരുന്നു. അതിനാൽ തന്നെ സാമുവൽ ഒനൂഹയുടെ ഓൺലൈൻ ബിസിനസ്സിനെ ആരും പിന്തുണച്ചിരുന്നില്ല. അതുകൊണ്ട് തങ്ങളെ കൊണ്ട് കഴിയാവുന്നിടത്തോളം എല്ലാവരും സാമുവൽ ഒനൂഹയെ തളർത്താൻ ശ്രമിച്ചു. താൻ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടവനാണെന്ന് എല്ലാവരും മുദ്രകുത്തി. എന്നാൽ ഈ വാക്കുകളൊന്നും പിടിവാശിക്കാരനായ ആ ചെറുപ്പക്കാരനെ തളർത്തിയില്ല. അത് അവന്റെ മുൻപിൽ ഒരു വാശിയായി തുടർന്നു. തന്നെ ആരാണോ തളർത്താൻ ശ്രമിച്ചത് അവരുടെ മുൻപിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണമെന്നുള്ള ഒരു വാശി. സാമുവൽ ഒനൂഹയ്ക്ക് സ്കൂളിൽ പോകുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതിനാൽ തന്നെ താൻ ബിസിനസ് ചെയ്തു തുടങ്ങി ആദ്യ വിജയം ഉണ്ടാകുന്ന സമയത്ത് സ്കൂൾ പഠനം ഉപേക്ഷിക്കണമെന്നും അവൻ തീരുമാനിച്ചിരുന്നു. അവന്റെ ആഗ്രഹം പോലെ തന്നെ അവന്റെ ലൈഫിൽ ആദ്യത്തെ വിജയം ഉണ്ടാവുകയും സ്കൂൾ പഠനം അവൻ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു ചെയ്തത്. ആ ഒരു തീരുമാനം തന്റെ ലൈഫിലെ ഏറ്റവും മികച്ച ഒരു തീരുമാനമായിട്ടാണ് സാമുവൽ ഒനൂഹ പല ഇന്റർവ്യൂസിലും തന്റെ ബയോഗ്രഫിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. സാമുവൽ ഒനൂഹ പറയുന്നതനുസരിച്ച് സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞ് ഒരാളുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ്. എന്നാൽ സാമുവൽ ഒനൂഹയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു എംപയർ കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു. അതിനാൽ തന്നെയാണ് താൻ സ്കൂൾ പഠനം പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചതായും സാമുവൽ ഒനൂഹ പറയുന്നത്. സാമുവൽ ഒനൂഹ പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു ഉപദേശവും ലഭിക്കാതിരിക്കുക എന്നതിനേക്കാൾ മോശമായ ഒരു കാര്യം വിശ്വസനീയതയും അധികാരവും ഇല്ലാത്ത ഒരാളിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നതാണ് എന്നാണ്. സാമുവൽ ഒനൂഹ പറയുന്ന ഒരു കാര്യമുണ്ട്: മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശമാണ് ഏറ്റവും ബെസ്റ്റ് ഉപദേശം എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. വാസ്തവത്തിൽ ഇവരിൽ നിന്ന് ലഭിക്കുന്ന പല ഉപദേശങ്ങളും സാഹചര്യങ്ങളെ കുറിച്ചുള്ള അവരുടെ വെറും ധാരണകൾ മാത്രമാണ്. സാമുവൽ ഒനൂഹ സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: സ്വപ്നം കാണുന്നത് നിർത്തി അത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്ന്. ഇത് സാമുവൽ ഒനൂഹ മാത്രം പറഞ്ഞ വാക്കുകളല്ല, പല പ്രശസ്തരായിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. സ്വപ്നം കാണുന്നത് നിർത്തി അത് നേടിയെടുക്കാൻ വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനെന്ന്. സ്വപ്നങ്ങൾ അതിമനോഹരമാണല്ലേ? എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. എന്നാൽ കുറച്ചു പേർ മാത്രമേ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: ഇന്ന് താൻ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെയും വിജയത്തിന്റെയും ജീവിതം അന്ന് താൻ തിരഞ്ഞെടുത്ത വഴികളുടെയും ത്യാഗത്തിന്റെയും ഫലമാണ് എന്ന്. ഇനി നമുക്ക് എങ്ങനെയാണ് സാമുവൽ ഒനൂഹ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുത്തത് എന്ന് നോക്കാം. അന്ന് ഫാഷൻ ലോകത്ത് തരംഗം സൃഷ്ടിച്ച ഒന്നായിരുന്നു സ്ലിം ഫിറ്റ് ജീൻസ്. എന്നാൽ ആ സമയത്ത് അധികം കച്ചവടക്കാരൊന്നും ഈ സ്ലിം ഫിറ്റ് ജീൻസ് കച്ചവടം ചെയ്യുന്നതായിട്ട് സാമുവൽ ഒനൂഹ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അവസരമായിട്ട് ഇദ്ദേഹം കണക്കാക്കുകയാണ്. 10 മാസം ഇത് വിറ്റതിന് ശേഷം ഇദ്ദേഹം ഡ്രോപ്പ് ഷിപ്പിംഗിൽ തന്റെ ബ്രാൻഡ് ഐറ്റംസ് വിൽക്കാൻ ഇടുകയും തുടർന്ന് $75,000 ഇദ്ദേഹത്തിന് പ്രതിമാസ വരുമാനമായി ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ലീഡിംഗ് ബ്രാൻഡ് ആയിട്ടുള്ള ഐക്കൺ ആംസ്റ്റർഡാം വളർന്നു വരികയാണ്. അങ്ങനെ 2023 $20 മില്യൺ തന്റെ കമ്പനി നേടി എന്ന് സാമുവൽ ഒനൂഹ പറയുന്നുണ്ട്. ഇങ്ങനെ 1 ലക്ഷം ഓർഡറുകൾ ചെയ്തതോടെ ഷോപ്പിഫൈ, അതായത് നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ആപ്പാണ് ഷോപ്പിഫൈ, ഈ ഷോപ്പിഫൈയിൽ നിന്ന് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചതായിട്ടും പറയുന്നുണ്ട്. തന്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1 മില്യൺ ഓർഡേഴ്സ് ആണെന്ന് സാമുവൽ ഒനൂഹ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ബിസിനസ് കോച്ചിങ്ങും സംരംഭകരെ സ്വന്തം ബ്രാൻഡ് വളർത്തിയെടുക്കുന്നതിനുള്ള സഹായവും കോച്ചിങ് ക്ലാസ്സുകളും സാമുവൽ ഒനൂഹയും തന്റെ ടീമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ സാമുവൽ തന്റെ ലൈഫിലെ വിജയങ്ങൾ മാത്രമല്ല കണ്ടുമുട്ടിയിട്ടുള്ളത്, തിരിച്ചടികൾ, പരാജയങ്ങൾ തുടങ്ങിയവയുടെ കഠിനമായ മുഖത്തെയും അദ്ദേഹം കണ്ടുമുട്ടിയിട്ടുണ്ട്. തന്റെ കോച്ചിങ് ക്ലാസ്സുകളിൽ ഒനൂഹ തന്റെ കഠിനാധ്വാനവും അനുഭവങ്ങളും ലഭിച്ച അറിവുകളും സംരംഭകരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് അവർക്ക് ഏതൊരു പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് സാമുവൽ ഒനൂഹ പറയുന്നുണ്ട്. നല്ല മാറ്റത്തിന്റെ അലയടികൾ തീർത്തുകൊണ്ട് സമൂഹത്തെ പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാക്കാനായിട്ടാണ് സാമുവൽ ഒനൂഹ തന്റെ കോച്ചിങ് ക്ലാസ്സുകളിലൂടെ ശ്രമിക്കുന്നത്. ജീവിതത്തിലും ബിസിനസ്സിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും തങ്ങൾ വളർത്തിയെടുക്കുന്ന ബ്രാൻഡിന്റെ വിജയത്തിന് വേണ്ടിയുള്ള യാത്രയിൽ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരക ശക്തിയും കൂടിയാണ്. ഇദ്ദേഹത്തിന് ഇതുകൂടാതെ 27.9K ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് ലക്ഷറി ഐറ്റംസിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്.
ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ബിസിനസിന്റെ പല മേഖലകളിലും നമ്മൾ വിദഗ്ധരായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പല മേഖലകളിലും വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കുക. സോ ആ ടീമിലൂടെ ആയിരിക്കും നമ്മുടെ ബിസിനസ് വളർന്നു വരിക എന്നാണ് സാമുവൽ ഒലൂഹ പറയുന്നത്. എങ്ങനെ എന്നതിലുപരി ആരാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരു തത്വം ഉപയോഗിച്ചതിലൂടെയാണ് തങ്ങളുടെ കമ്പനി ഇത്രയും വളർന്നതെന്നാണ് സാമുവൽ ഒലൂഹ പറയുന്നത്. സാമുവൽ ഒലൂഹയെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.